പാചകവാതക സിലിണ്ടറിന്റെ വില വർധന കുടുംബ ബജറ്റിനെ ഒന്നാകെ താളം തെറ്റിക്കുന്നു. ഗാർഹികാവശ്യത്തിനുള്ള ഗ്യാസ് സിലിണ്ടറിന് 60 രൂപയാണ് കൂട്ടിയത്. വാണിജ്യാവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിന് 115 രൂപയും കൂടി. ഇതോടെ വീട്ടിൽ ഉപയോഗിക്കുന്നതിനുള്ള ഗ്യാസ് സിലിണ്ടറിന് 913 രൂപ നൽകണം. നേരത്തെ ഇത് 853 രൂപയായിരുന്നു. വാണിജ്യാവശ്യങ്ങൾക്കുള്ള ഗ്യാസ് സിലിണ്ടറിന്റെ വില വർധന ഹോട്ടൽ വ്യവസായത്തെ കാര്യമായി ബാധിക്കുമെന്ന ആശങ്ക ഉയരുന്നുണ്ട്. വർധനയ്ക്ക് പുറമെ സിലിണ്ടറുകളുടെ ലഭ്യത കുറവും ആശങ്കയുണ്ടാക്കുന്നതായി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ ട്രഷറർ മനോജ് കുമാർ പറയുന്നു. വില കൂടിയത് കച്ചവടത്തെ ബാധിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് നമുക്ക് സിലിണ്ടറുകളുടെ അവൈലബിലിറ്റി ഇപ്പോൾ കമ്പനികൾ വെട്ടിച്ചുരുക്കിയിരിക്കുക. ഇപ്പോൾ ഇന്നിപ്പോൾ രാവിലെ നിങ്ങൾക്ക് നോക്കിയറിയാം, ഇവിടുത്തെ നമ്മുടെ ഗ്യാസിൻ്റെ സ്റ്റോക്ക് പോലും ഇന്ന് ഇത്രയും നേരമായിട്ട് നമുക്ക് സപ്ലൈ വന്നിട്ടില്ല. ഓൾറെഡി മാർച്ച് 1-ാം തീയതി 30 രൂപയോളം സിലിണ്ടറിന് എല്ലാ മാസവും ഉണ്ടാകുന്ന പ്രതിഭാസം അനുസരിച്ച് കൂടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ യുദ്ധത്തിൻ്റെ ഒരു സാഹചര്യം വന്നപ്പോഴേക്കും ഇന്നിപ്പം രാവിലെ 115 രൂപയാണ് കൊമേഴ്സ്യൽ സിലിണ്ടറിന് വില കൂടിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്കിപ്പം ഇന്നിപ്പോൾ 115 രൂപ കൂടിയപ്പോൾ 1900 രൂപയായി ഒരു സിലിണ്ടറിൻ്റെ വില. പക്ഷേ സിലിണ്ടറിൻ്റെ അവൈലബിലിറ്റി വലിയ പ്രശ്നമാണ്. ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ഹോട്ടലുകളെ സംബന്ധിച്ച് 2-3 ദിവസത്തിൽ കൂടുതലൊന്നും തുറന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന സാഹചര്യമില്ല. അതായത് അൺലിമിറ്റഡായിട്ട് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കിത് തുറന്ന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഗ്യാസ് വില ഉയർത്തിയത് കുടുംബ ബജറ്റിന്റെ താളം തെറ്റിക്കുമെന്ന് വീട്ടമ്മമാർ പറഞ്ഞു. വിറകടുപ്പുകൾ ഉപേക്ഷിച്ച് പാചകവാതകത്തെ മാത്രം ആശ്രയിക്കുന്നവർക്ക് വില വർധന കനത്ത ആശങ്കയാണ് ഉണ്ടാക്കുന്നതെന്നും വീട്ടമ്മമാർ പറയുന്നു. വിറകടുപ്പുകളൊക്കെ ഇപ്പം വളരെ കുറവായതുകൊണ്ട് നമ്മൾ ഗ്യാസിനെയാണ് എപ്പോഴും ആശ്രയിക്കുന്നത്. പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്നവരും ഓരോ ഇതിന് പോകുന്ന ആൾക്കാർക്ക് പിന്നെ ഗ്യാസിനെയാണ് കൂടുതൽ ആശ്രയിക്കേണ്ടി വരുന്നത്. അപ്പം ഞങ്ങളെപ്പോലുള്ള സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാണ് ഈ പാചകവാതകത്തിന്. 60 രൂപയാണ് ഇപ്പോൾ കൂടിയിരിക്കുന്നത്. അപ്പം ഇത്രയും ഒറ്റയടിക്ക് കൂടിയത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവം. ഇറാൻ-US യുദ്ധം നീളുമെന്ന ആശങ്കയിൽ ക്രൂഡ് ഓയിൽ വില ഉൾപ്പെടെ കുതിച്ചുയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.